നമസ്കാരം. ഇന്ന് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു ശീലമാണ് മൊബൈൽ നോക്കിയുള്ള ആഹാരം കഴിക്കുന്ന രീതി. മൊബൈൽ നോക്കി ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ദഹനത്തെ കൂടെ ബാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ആഹാരം അത് കാണുമ്പോൾ ആ കാണുന്ന വിഷ്വൽ, ഒപ്പം അതിൻ്റെ സ്മെല്ല്, രുചി, ഇതെല്ലാം നമ്മുടെ ദഹനത്തോടെ ബാധിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ നോക്കി ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് അത് നമ്മൾ ആസ്വദിച്ചല്ല കഴിക്കുന്നത്. അപ്പോൾ ആസ്വദിച്ച് കഴിക്കാത്തത് മൂലം ദഹനം, നമ്മുടെ വായിലെ ഉമ്മീരിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ചവച്ചരയ്ക്കുമ്പോൾ. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ആ മൊബൈൽ നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് അത് ചവച്ചരയ്ക്കാതൊക്കെ വിഴുങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മൊബൈൽ നോക്കിയുള്ള ആഹാരം കഴിക്കുന്നത് കുട്ടികളിൽ ഒരു പൊണ്ണത്തടിക്കൊക്കെ കാരണമാവും. ഒപ്പം നമുക്കറിയാം, നമ്മൾ എന്ത് പ്രവൃത്തി ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു മസിൽസ് ഫോം ആകുന്നത്. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴറിയാം, നമ്മൾ ജിമ്മിൽ പോയാലും അല്ലാതെ ആയാലും ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പം ഒരു കാര്യം നമ്മൾ വെയിറ്റ് ഇട്ടൊരു അല്ലെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യുക, ഒരു നിശ്ചിത സമയം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു മസിൽ ഫോം അല്ലെങ്കിൽ ഒരു എനർജി ഫോം ആകുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ നോക്കി ആഹാരം കഴിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ചവയ്ക്കുന്ന ഒരു രീതിക്ക് ഒത്തിരി മാറ്റം വരും. നമ്മൾ ഇടയ്ക്ക് ചവയ്ക്കും, ഇടയ്ക്ക് അതിൻ്റെ വിഷിൽ പോകുമ്പോൾ ഇടയ്ക്ക് ചവല് നിർത്തും. ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ചവയ്ക്കുന്ന നമ്മൾ ആഹാരം ചവയ്ക്കുന്ന രീതിയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുമ്പോൾ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ചവയ്ക്കാതെ ഒരു നിശ്ചിത സമയം എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് നടക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരയ്ക്കുമ്പോൾ ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ആ സെയിം ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻ്റൊക്കെയുള്ള മസിൽസോടെ നമ്മൾ ഒപ്പം ഒരു ബലവത്താവുന്നുണ്ട്. ആ മസിൽസിൻ്റെ പ്രവർത്തനോടെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം മിക്കതിലും ഉണ്ട് അങ്ങനെ കോണിച്ച് നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ മൊബൈലൊക്കെ നോക്കി ഫുഡ് കഴിക്കുന്നവരുടെ വായ്ക്ക് ചെറിയ കോട്ടം വന്ന് നമ്മുടെ അടുത്ത് വരുന്ന മിക്കവർക്കും ഉണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി പേർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ചെരിഞ്ഞ് നിന്നൊക്കെ ഫോൺ നോക്കി നമ്മൾ തല ഡയറക്ഷൻ സൈഡിലേക്ക് അയക്കുക, അങ്ങനെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ മസിൽസിൻ്റെ പ്രവർത്തനം പ്രോപ്പറായി നടക്കാതെ വരികയും അങ്ങനെ നമുക്ക് വായ്ക്കൊക്കെ ചെറിയ കോണിപ്പുണ്ടാവും. ചിലവർ ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നില്ല. ആൾക്കാർ അത് അത്ര ശ്രദ്ധിക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ ചിലവർ ഇങ്ങനെ ശരിക്കും പൊളിയുന്നില്ലാത്തൊരവസ്ഥ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. അത് നമ്മളിവിടെ ജോയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് അവിടെ പൂർണ്ണ പഴയ സ്ഥിതിയിലേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും മൊബൈൽ നോക്കിയുള്ള ആഹാരം കഴിക്കുന്ന രീതി മാറ്റണം. പിള്ളേർക്കാണെങ്കിലും ആഹാരം കഴിക്കാത്ത പിള്ളേരെ മൊബൈലൊക്കെ കാണിച്ചൊക്കെയാണ് പേരൻസ് ആഹാരം കഴിക്കാൻ നോക്കുന്നത്. എങ്ങനെയെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു തെറ്റായ ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. കഴിയുന്നു കുട്ടികളൊക്കെ അങ്ങനെ രീതിയിൽ ആഹാരം കഴിക്കാതെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ആഹാരം കൊടുത്ത് ശീലിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ പേര് രാജ തോമസ്, രാജഗുരു വെൽനസ്, പോത്താനിക്കാട്.